ഇൻഫെക്ഷൻ വരുന്ന സാഹചര്യത്തിനകത്ത് ഇപ്പോൾ മേ ബി നല്ലൊരു ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ചിക്കുൻഗുനിയ ഫീവർ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ മരുന്നുകൾ താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒഴിവാക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരാം. ഈ മൺസൂണിൽ വരുന്ന ഇൻഫെക്ഷ്യസ് ഫീവേഴ്സ് ഉണ്ടല്ലോ, അത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ലൈക്ക് ആർത്രൈറ്റിസ് ആയിട്ടുള്ള റിമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ലൂപ്പസിൻ്റെ സിംറ്റംസിനെ വേഴ്സൺ ചെയ്യോ? വളരെ ഒരു പ്രസക്തമായ ചോദ്യമാണ്. നമ്മുടെ മൺസൂൺ കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കൊതുകുജന്യമായ രോഗങ്ങളുടെ ഒരു കാലമാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ചിക്കുൻഗുനിയ, ഡെങ്കു പോലുള്ള ഇൻഫെക്ഷൻസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സീസൺ കൂടെയാണ്. നമ്മൾ ഈ SLE റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ ബേസിക്കലി നമുക്ക് ഓട്ടോഇമ്യൂൺ ഡിസീസ് നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ. ഈ വൈറൽ ഇൻഫെക്ഷൻസ് പൊതുവെ രോഗപ്രതിരോധ ശേഷിയെ ട്രിഗർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ ഡെങ്കു, ചിക്കുൻഗുനിയ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ഇതിനെ പ്രതിരോധിച്ച് പുറത്താക്കാനായിട്ട് നമ്മൾ ശരീരം ശ്രമിക്കില്ല. ഈ രോഗപ്രതിരോധ ശേഷി ട്രിഗേർഡാവും. പക്ഷേ ട്രിഗർ ചെയ്യുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂണിറ്റിയും ട്രിഗർ ചെയ്യും, പൊട്ടൻഷ്യലി ട്രിഗർ ചെയ്യും. അങ്ങനെ ഇൻഫെക്ഷൻസ് വരുമ്പോഴത്തേക്ക് അസുഖത്തിൻ്റെ തീവ്രത കൂടുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഇത് വളരെ വ്യക്തമായ പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടൊരു വസ്തുതയും കൂടെയാണ്. രണ്ടാമത്തെ ഒരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സന്ധിവാത രോഗമുള്ള റൊമറ്റോയിഡ് SLEക്കുള്ള ആളുകൾ പലരും മെത്തോട്രെക്സേറ്റ് അല്ലെങ്കിൽ അസതൈപ്രിനൊക്കെ പോലുള്ള ഇമ്മ്യൂണോ സപ്രസൻസ്, ഇമ്മ്യൂണിറ്റി മോഡുലേറ്റ് ചെയ്യുന്ന, ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന അസുഖങ്ങൾ, അതാണ് അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പലതിൻ്റെ. അപ്പം നമ്മൾ വളരെ നിയന്ത്രിച്ച് ഇമ്മ്യൂണിറ്റി കുറയ്ക്കുമ്പോൾ അത് സേഫായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു ഇൻഫെക്ഷൻ വരുന്ന സാഹചര്യത്തിനകത്ത് ഇപ്പോൾ മേ ബി നല്ലൊരു ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ചിക്കുൻഗുനിയ ഫീവർ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ മരുന്നുകൾ താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒഴിവാക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരാം. കാര്യം അത് ഒഴിവാക്കിയും ചിലപ്പോൾ ഇൻഫെക്ഷൻസ് കുറച്ചുകൂടെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോഴെങ്കിലും അസുഖങ്ങൾ മരുന്നില്ലാതിരിക്കുന്നതുകൊണ്ട് അസുഖം ട്രിഗേർഡ് ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ യൂഷ്വലി ഇൻഫെക്ഷ്യസ് ഫീവർ വരുമ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് സിംറ്റംസ് കാണുമല്ലോ. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു ആർത്രൈറ്റിസ് കണ്ടീഷനുള്ള ഒരാൾക്ക് ആ സിംറ്റംസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് പലപ്പോഴും അത്ര എളുപ്പമല്ല. ഇപ്പം റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുതും വലുതും ആയിട്ടുള്ള സന്ധികൾ വരുന്ന ഒരു അസുഖം. ചിക്കുൻഗുനിയ ആർത്രൈറ്റിസിൻ്റെയും സെയിം ലക്ഷണം തന്നെയാണ്. ചെറുതും വലുതായ സന്ധികൾ വരുന്ന നീർക്കെട്ട് തന്നെയാണ് അസുഖത്തിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ആ ഏരിയയിൽ ഒരു 3-4 പേരെ എഫക്റ്റ് ചെയ്യുന്നവരെ നമ്മൾ ചിലപ്പോഴും ഇത് റൊമറ്റോയിഡ് ആണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. പിന്നെ SLE പോലുള്ള അസുഖങ്ങൾ ജോയിൻറ്റ് പെയിൻസിന് പുറമെ ഫീവർ വരാം, കൗണ്ട് കുറയാം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാം. അപ്പോൾ ഡെങ്കു, ചിക്കുൻഗുനിയയിലൊക്കെ ഇതെല്ലാം സംഭവിക്കാം. ഫീവർ വരാം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാം, ജോയിൻറ്റ് പെയിൻ കൂടാം, പനി വരാം, അപ്പം ക്ഷീണം വരാം. ഇതൊക്കെ പലപ്പോഴും അത്ര എളുപ്പമല്ല തിരിച്ചറിയുന്നത്. പക്ഷേ എന്നാലും പ്രത്യേകിച്ചും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ഒന്നിലേറെ കേസുകൾ വരുമ്പോൾ നമ്മൾ കൂടുതലും ഈ വൈറൽ ആർത്രൈറ്റിസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും.